ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി നടത്തുന്ന ഒരു മേളയാണ്. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തി ഉജ്ജ്വലമായ ഉദ്ഘാടന ചടങ്ങോടുകൂടിയാണ് ആരംഭിച്ചത്. 29 എഡീഷനിൽ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് 30ാം എഡീഷനിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമുക്ക് സെൻസർ എക്സംഷൻ വേണ്ട സിനിമകൾ ഏതെല്ലാമാണ് നിശ്ചയിച്ചിട്ട് ആ എക്സംഷൻ വേണ്ട സിനിമകൾ INBക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. 187 സിനിമകളുടെ ലിസ്റ്റാണ് നമ്മൾ കൊടുത്തത്. INB എന്ത് ചെയ്തു? ആ 187 സിനിമയുടെയും അനുമതി നിഷേധിച്ചു. ആദ്യം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഏത് സിനിമ അതിൽ സെൻസർ അംഗീകാരം പ്രത്യേകമായി ലഭിക്കേണ്ട സിനിമകൾ ചുരുക്കം ചിലത് കാണും. അത് ഉണ്ടെങ്കിൽ അത് വിശദാംശങ്ങൾ തരണമെന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. പക്ഷെ ആദ്യം തന്നെ എല്ലാ സിനിമയുടെ അനുമതി നിഷേധിച്ചു. പിന്നെ നമ്മൾ അനുമതി നിഷേധിച്ചതിന്റെ കാരണങ്ങളെല്ലാം മനസ്സിലാക്കി അതിന്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ട് നമ്മൾ വിശദമായ മറുപടി കൊടുത്തപ്പോൾ 154 സിനിമയ്ക്ക് അനുവാദം തന്നു. വീണ്ടും നമ്മൾ വിശദമായ സിനോപ്സിസ്, സിനിമകളുടെ മികവ്, പങ്കെടുത്ത ചലച്ചിത്രമേളകൾ, ലഭിച്ച അവാർഡുകൾ, ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിശദമായ മറുപടി വീണ്ടും കൊടുത്തപ്പോൾ 14 സിനിമയ്ക്ക് വീണ്ടും അംഗീകാരം ലഭിച്ചു. ഇനി 19 സിനിമയ്ക്കാണ് അംഗീകാരം ലഭിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 7 സിനിമകൾ നമുക്ക് അതിന്റെ ഭാഗമായി നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണുന്നതിനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഈ ചലച്ചിത്രമേളയിൽ സാധാരണ ചെയ്യുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെറും ചലച്ചിത്ര പ്രേമികൾ മാത്രമല്ല, ഉന്നതമായ സിനിമകൾ സംവിധാനം ചെയ്ത് നിർമ്മിച്ച അല്ലെ സിനിമയുടെ വിവിധ സാങ്കേതിക മേഖലകൾ പ്രവർത്തിക്കുന്ന ലോകപ്രസിദ്ധരായ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ 2 രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് തന്നെ നമ്മൾ ഉദ്ഘാടന ചടങ്ങിൽ പോകുന്നത്. ജർമ്മനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പലസ്തീന്റെ 2 അംബാസിഡർമാർ തന്നെ പങ്കെടുത്തു. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള, ഒരുപക്ഷെ ലോകത്ത് ഇത്രയും രാജ്യങ്ങളുടെ പ്രാതിനിധ്യം, ജനങ്ങളുടെ പങ്കാളിത്തം, ചലച്ചിത്രപ്രേമികളുടെ പങ്കാളിത്തം വരുന്ന മറ്റൊന്നിനും 10,000-കണക്കിന് ആൾ വന്നുകൊണ്ട് നമുക്ക് ഈ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അത്തരം ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പൊ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. പാലസ്തീൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടെന്ന് പറയുന്ന കാര്യം എന്താണ്? സിനിമയുടെ ഉള്ളടക്കം, ആ ഉള്ളടക്കം രാജ്യവിരുദ്ധമാണോ കാണിക്കേണ്ട? മനുഷ്യന് എന്തെങ്കിലും ജീവിതത്തിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ തകരാറുണ്ടാക്കുന്ന സിനിമയാണോ കാണിക്കേണ്ട? നമ്മളൊരു സിനിമ കാണുന്നത് അതിന്റെ സാങ്കേതിക മികവ്, ആ സിനിമ നിർമ്മിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സാമൂഹ്യ അന്തരീക്ഷം, അതിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അതിന്റെ മറ്റ് മൗലികമായ പ്രസക്തികൾ, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു മേളയാണ് ഈ നടക്കുന്നത്. വെറുതെ ഒരു മേളയല്ല കേരള ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേളയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു മേളയാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ഭാഗം. 2, സിനിമാ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു മേളയാണിത്. രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് വരികയാണ്. സിനിമാ ടൂറിസം നമ്മൾ വലിയ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാലത്ത് ഇപ്പൊ നമ്മുടെ സിനിമാ ടൂറിസം സംബന്ധിച്ച് വിശദമായ ചർച്ച ടൂറിസം മന്ത്രിയുമായിട്ട് നമ്മളിപ്പോൾ നടത്തി. കോൺക്ലേവ് നമ്മൾ ചർച്ച ചെയ്തു. കോൺക്ലേവിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടിരുന്ന സിനിമാ പോളിസിയിൽ സിനിമാ ടൂറിസം ഒരു പ്രധാന സബ്ജക്റ്റാണ്. കാരണം സിനിമാ ടൂറിസത്തിലൂടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ കാതലായ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് കഴിയുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ തരത്തിലും കേരളത്തെ ദ്രോഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പൊ 2,000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. നമുക്ക് ഇവിടുന്ന പൈസ
90% കേന്ദ്ര ഗവൺമെന്റും 10% സ്റ്റേറ്റും മുടക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പൊള്ളിച്ചടുക്കിയത് മാത്രമാണ്. അതിൽ 60-40 എന്നുള്ള ഷെയറിംഗ് വരുന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? ഇവിടുന്ന് GST വഴി എല്ലാ പണവും കൊണ്ടുവന്നു, സ്റ്റേറ്റിന്റെ വിഹിതം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു, സ്റ്റേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് തരുന്നില്ല. എന്നാൽ സ്വന്തം കാലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ 10 പൈസ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെ എല്ലാം പൊളിക്കുക. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരുമോ? ഏതെങ്കിലും ആള് സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുമോ? അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം, ഇത് നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. ഇന്ത്യൻ ജനാധിപത്യം എത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്, ദുഃഖകരമാണ്. എല്ലാവരും പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാലത്ത് ഇടപെട്ട് അനുവാദം തരണമെന്നാണ്